വിജയിപ്പിച്ചിട്ടുള്ളത്. എന്റെ ജീവിതത്തിൽ ഞാൻ എവിടൊക്കെ വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവിടെയെല്ലാം ഞാൻ വിജയിക്കാൻ വേണ്ടി അതിന്റെ പരിശ്രമം ആ ഒരു നിമിഷം എടുത്തതല്ല. അതിന്റെ എത്രയോ മുന്നേ അതിനു വേണ്ട പണി തുടങ്ങിയിട്ട്, അതിനു വേണ്ടിയിട്ട് പരിശ്രമം തുടങ്ങിയിട്ട് ഞാൻ എന്നിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് എന്നെ എതിർത്തവരെയും എന്നെ പുച്ഛിച്ചവരെയും എന്നെ ഒന്നുമല്ല എന്ന് പറഞ്ഞു പരത്തിയവരെയും എന്നെ കളിയാക്കിയവരെയും എല്ലാം ഞാൻ അവരെ കൊണ്ട് തന്നെ തിരിച്ചു പറയിപ്പിച്ചത് വർഷങ്ങൾ എടുത്തിട്ടാണ്. ആ വർഷങ്ങളാണ് എന്നെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാനുള്ള ധൈര്യം കാണിച്ചത്. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ടോ കുറച്ച് സമയം കൊണ്ടോ നമുക്കൊരിക്കലും ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. ഞാന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ജീവിതത്തില് ഒരു നല്ല സുഗമമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. നമ്മൾ വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പല സമയത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നിന്നിരുന്നത്. ഇപ്പോഴും നമ്മൾ പലതിലും വിജയിച്ച ആളുകൾ തന്നെയാണ്. പക്ഷെ നമ്മളുടെ വിജയം പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മളുടെ ആ കഴിവുകളിൽ മേലെ മണ്ണ് മൂടപ്പെട്ടു, ചളി നിറയപ്പെട്ടു. ഇതാണ് റിയാലിറ്റി. ഇത് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത് എല്ലാം പൊട്ടി തകർന്നതിന് ശേഷം മാത്രമാണ്. 19ാമത്തെ വയസ്സിൽ ആദ്യം ഞാൻ ഇറക്കി തിരിച്ച ബിസിനസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കാനാണ്. ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. അന്ന് ഞാൻ ക്വസ്റ്റ്യൻ ബാങ്ക് എങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ കൂടെ പഠിക്കുന്ന നല്ല കുട്ടികളെ നോട്ട് ചെയ്ത് ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്ത് അവരെ കൊണ്ട് അവരുടെ രൂപത്തിൽ അതിനെ ആൻസർ ചെയ്യിപ്പിച്ച് എന്നെ പഠിപ്പിച്ച സാറുമാരെ കൊണ്ട് അതിനെ ഞാൻ തിരുത്തിപ്പിച്ച് അതിലെ മിസ്റ്റേക്കുകൾ റെഡിയാക്കി അത് പ്രിന്റ് ചെയ്ത് ഇറക്കാനുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നു. അന്നെങ്ങാനും എൻ്റെ അത് വിജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും റെഡിമെയ്ഡ് ആൻസറുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു കുട്ടി എഴുതുന്ന രൂപത്തിൽ ഒരു കുട്ടിയുടെ ആൻസർ ഷീറ്റിൽ നിന്ന് എടുത്ത ആൻസറുകൾ ഒന്നിനും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസറുകളാണ് ക്വസ്റ്റ്യൻ ബാങ്കുകളിലെല്ലാം ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ചിന്തയിൽ നിന്നുണ്ടാക്കിയ തോട്ട്സിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തതായിരുന്നു അത്. അതെല്ലാ പണിയും കഴിഞ്ഞ് പണിപ്പുരയിൽ നിൽക്കുന്ന സമയത്ത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് പ്രസ് എന്ന് പറഞ്ഞു ഇതിന്റെ പബ്ലിഷർ ആരാണെന്ന് ചോദിച്ചു. 19 വയസ്സുകാരനായ പൊടിമീശക്കാരനായ ആളോടെ ഇതിന്റെ പബ്ലിഷർ ആരെന്ന് ചോദിച്ചപ്പോ അന്താളിച്ച് നിന്ന് പോയി. പബ്ലിഷർ വേണോ ഇങ്ങനെ ഒരു സാധനം ഇറക്കാന്? അന്നാണ് അത് ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ച് പബ്ലിഷർ പ്രശ്നമാണ്, കോപ്പിറൈറ്റ് വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പേടിപ്പിച്ചപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ആരും സപ്പോർട്ടില്ല. ഈ കോഴ്സ് പഠിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇറക്കുന്നതാണ് കുടുംബത്തിൽ നിന്ന് നമ്മളോട് ചോദിക്കുക. സ്വാഭാവികമായിട്ടും അത് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കാൻ പോകുന്നത്. കോട്ടക്കലാണ് എൻ്റെ ആദ്യത്തെ സ്ഥലം. കോട്ടക്കലിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ എന്ന് പറയുന്നത്, ഒരു വർഷത്തിനുള്ളിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ എന്ന് പറയുന്നത് അതിഗംഭീരമായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ആ പാർട്ട്ണറും ഞാനും കൂടെയാണ് ആദ്യം അവിടെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ ഇന്ന് ആദ്യം ബസ് കയറിയിരുന്ന സൈഡിൽ, ഇന്നും ബസ് കയറുന്ന സൈഡിൽ ആ മുകളിൽ ഒരു എക്സലന്റ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു ബോർഡ് കുറെ കാലമായിട്ടുണ്ടായിരുന്നു. അതല്ലായിരുന്നു എന്റെ സ്ഥാപനം, ആ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് 2000 കാലഘട്ടത്തിൽ, 2001 2000 കാലഘട്ടത്തിൽ അന്ന് കമ്പ്യൂട്ടർ പോലും എന്താണെന്ന് അറിയാത്ത ഞാനായിരുന്നു, കമ്പ്യൂട്ടറിന്റെ ഉപയോഗം മുഴുവനായിട്ട് അറിയാത്ത ഞാനും അത്രയും അറിയാത്ത എന്റെ സുഹൃത്തുമാണ് ഒരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത്. അന്ന് അപ്പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം അതിവിദഗ്ധരായിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ പട്ടണത്തിൽ ആ ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. ബാലപാഠങ്ങൾ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. രാത്രി 12 മണിക്കും 1 മണിക്കുമാണ് ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നിരുന്നത്. രാത്രി 8 മണി വരെ കുട്ടികൾ ഉണ്ടായിരുന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ.
ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോരുമ്പോ 390 കുട്ടികൾ ആ കാലഘട്ടത്തിൽ അവിടെ കമ്പ്യൂട്ടർ പഠിക്കാൻ വരി നിൽക്കായിരുന്നു. കാരണം ഒരാൾ എണീക്കുമ്പോ അടുത്ത ആൾ ഇരിക്കാൻ വേണ്ടി സീറ്റിനായി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. UPS ഇല്ല, കറണ്ട് പോയാൽ ഓഫ് ആകും, വോൾട്ടേജിന്റെ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളും, എന്നും എന്നും ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഞാൻ നേരിട്ട് ഞാൻ പഠിച്ചു. അന്ന് എൻക്വയറി വരുന്ന സമയത്ത് അന്ന് നോട്ടീസാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻക്വയറി വരുന്നത് പരസ്യം കൊടുത്താൽ പേടിയായിരുന്നു. അന്ന് എസ്കോട്ടലാണ് കണക്ഷൻ. ഒരു കോള് ഇൻകമിങ് വന്നാൽ 15 രൂപയാണ് ചാർജ്, ഔട്ട് ഗോയിങ്ങിന് 7 രൂപയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആ കാലത്താണ് ഒരു എൻക്വയറി വരികയാണ് പേടിയായിരുന്നു അന്ന്. കാരണം എന്താ വെച്ചാൽ 15 രൂപ പോകും, പിന്നെ അതിൽ കാശ് നടക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല. അങ്ങനെ ആ പ്രോഗ്രാം ആരംഭിച്ചിട്ട് അന്ന് എൻക്വയറി വരുന്ന സമയത്ത് എന്നെ ഞാൻ ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരുമ്പോൾ മുന്നിലിടുന്ന ചവിട്ടില്ലേ, ചൂടിപ്പടം, അത് തുന്നിക്കൊണ്ടിരിക്കുക, അതിന്റെ വക്ക് തുന്നിക്കൊണ്ടിരിക്കുക. ഞാൻ എന്റെ വാപ്പ ഗസറ്റഡ് ഓഫീസറാ, മനസ്സിലാക്കണേ, അറിയപ്പെടുന്ന ഫാമിലിയാ. ഞാൻ മലപ്പുറത്ത് രാജകീയ ഫാമിലിയാ. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇനാം കിട്ടിയ ഏക്കറ കണക്കിന് സ്ഥലമുള്ള ഫാമിലിയാ, പാരമ്പര്യമുള്ള ഫാമിലിയാ. ഞാൻ അവിടെ ചവിട്ടി തുന്നിക്കൊണ്ടിരിക്കുകയാണ്. എൻക്വയറി വരുന്ന സമയത്ത് എൻക്വയറി എടുക്കാൻ ഞാൻ മോശക്കാരനായതുകൊണ്ട് എന്നെ മാറ്റി നിർത്തി. കാരണം എന്റെ സുഹൃത്ത് എന്നെക്കാളും കാണാൻ ഗ്ലാമറും എല്ലാത്തിനും ഉഷാറായ ആളാണ്. ഞാൻ മാറിയിരുന്നു. ഞാനൊരു ചെരുപ്പ് കുത്തിയ പോലെ ഇരുന്ന് എൻക്വയറി വരുമ്പോ അവിടെ ഇരുന്നിട്ട് ഞാൻ എന്റെ ചവിട്ടി തുന്നിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അവിടെ അഡ്മിഷൻ എടുത്ത് ഓരോ ദിവസവും. പക്ഷേ ഞാൻ ഓരോ ദിവസവും ഓരോ പാഠങ്ങൾ പഠിച്ചെടുത്തു. അവസാനം ഞാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. കമ്പ്യൂട്ടർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, കമ്പ്യൂട്ടർ എങ്ങനെ അസംബിൾ ചെയ്യാം എന്ന് ഞാൻ അവിടുന്ന് പഠിച്ചു. അങ്ങനെ എല്ലാം പഠിച്ച് ഞാൻ അവസാനം പറഞ്ഞു, ഇനി എനിക്ക് സാധിക്കില്ല, രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും കിട്ടുന്നില്ല, ഞാൻ ഇവിടുന്ന് പോവാൻ. അതുകൊണ്ട് എന്താ ചെയ്യുക നമ്മൾ ചോദിച്ചു. പാർട്ണർഷിപ്പ് പിരിയാമെന്ന് തീരുമാനിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഈ എടുത്തോ, എനിക്കൊരു 2 ലക്ഷം രൂപ തന്നോളാം. അന്നത്തെ ആകെയുള്ള മുടക്ക് മുതല് 25,000 രൂപ ഞാനും 25,000 രൂപ അവനുമാണ് മുടക്കിയത്. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഈ ഒരു കാര്യം ചെയ്തോ, 1 ലക്ഷം രൂപ എനിക്ക് തന്നിട്ട് ഈ എടുത്തോ. അവനോട് 2 ലക്ഷം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത്, എനിക്ക് 1 ലക്ഷം രൂപ തന്നിട്ട് ഈ എടുത്തോ. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് 1 ലക്ഷവും വേണ്ട, എനിക്കൊരു 90,000 രൂപ തന്നിട്ട്, അത്രയും ഞാൻ ഇതിന് വേണ്ടിയിട്ട് പെട്രോൾ അടിച്ച് എന്റെ ബൈക്കിൽ ഓടിയിട്ടുണ്ട്, അതുകൊണ്ട് 90,000 രൂപ തന്നിട്ട് ഞാൻ വിട്ടുപിരിയാണ് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വന്നിട്ട് ഒരു കാലി റൂം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പുല്ലും മണ്ണും ചളിയും നിറഞ്ഞ ആരും ഉപയോഗിക്കാത്ത ഒരു റൂം എടുത്തിട്ട് അത് ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അവിടെ ഞാൻ മലപ്പുറത്ത് എന്റെ സംരംഭം ആരംഭിച്ചു. അന്ന് ഞാൻ എന്റെ ചെറിയ പെങ്ങളോട് ചോദിച്ചു, നെറ്റ് പോയതാണോ, ഡിസ്പ്ലേ പോയല്ലോ. എന്റെ ചെറിയ പെങ്ങളോട് ചോദിച്ചു ഞാൻ എന്ത് പേരിടുമെന്ന് ചോദിച്ചപ്പോ, എന്റെ 5 വയസ്സിന് മുകളിലുള്ള ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ പ്രോഗ്രാം എന്താണ്, IT ആണ്. ഞാൻ ഒരുപാട് പേരുകൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അന്ന് എന്നോട് പറഞ്ഞു, IT അക്കാദമിയാണ്, കേൾക്കാനും ഒരു പവറൊക്കെ ഉള്ളത് IT അക്കാദമി എന്ന് പറഞ്ഞിട്ടാണ് IT അക്കാദമി എന്ന് പറഞ്ഞ പേരിട്ട് ഞാൻ ആരംഭിച്ചത്. അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് 26 വയസ്സാവുമ്പോ എന്റെ കടം എന്ന് പറയുന്നത് 46 ലക്ഷം രൂപയാണ്. 26 വയസ്സാകുമ്പോൾ എനിക്ക് 46 ലക്ഷം രൂപ കടമുണ്ട്. എനിക്ക് പോലും അറിയില്ല. ഞാൻ ഒരു ദിവസം ഒരാളെടുത്ത് നിന്ന് വാങ്ങും, അടുത്ത ആളെടുത്ത് കൊടുക്കും, അടുത്ത ആളെടുത്ത് വാങ്ങും, അടുത്ത ആളെടുത്ത് കൊടുക്കും. ഇങ്ങനെ റോള് ചെയ്ത് അതിന്റെ ഇടയിൽ കൂടെ രാത്രി പോസ്റ്റ് ഒട്ടിക്കാൻ പോകും. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതിനെ വളർത്തിക്കൊണ്ടത്. അന്നും എനിക്കുണ്ടായിരുന്നത് ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു വലിയ ഗുണമായിരുന്നു. ഏറ്റവും പവർഫുൾ ആയിട്ട് ഞാൻ അധ്വാനിക്കും അതിനു വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്റെ ചങ്ക് കുറച്ചു കൊടുക്കും. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെടും, എത്ര ഞാൻ കഷ്ടപ്പെടും. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഇന്ന്. അന്ന് മുതൽ ആ കടമുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്റെ കുടുംബമെല്ലാം, എന്റെ സ്വന്തം ജ്യേഷ്ഠൻ പോലും എന്നെ
വെറുത്തു. ഞാൻ നഷ്ടക്കാരനാക്കി മാറ്റി എന്നെ. പക്ഷെ എന്നെ സഹായിക്കാൻ അന്ന് എന്റെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെന്നെ സഹായിച്ചു. എന്റെ അളിയന്മാർ, എന്റെ ബ്രദർ ഇൻ ലോസ് എന്നെ സഹായിച്ചു. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും എന്നെ കെയർ ചെയ്തുകൊണ്ടും എനിക്ക് വേണ്ട പണമെല്ലാം അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടും എന്റെ കടങ്ങൾ ഓരോന്നോരോന്നായി വീട്ടി. പക്ഷെ അവർക്കെല്ലാം ഞാൻ എന്റെ ഉപ്പാന്റെ പ്രോപ്പർട്ടി വിറ്റ് പണം കൊടുത്തു. അതെല്ലാം കൊടുത്ത് വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ കൊടുത്ത് വീട്ടി ഇനി ജീവിതത്തിൽ ഒരിക്കലും കടം വാങ്ങില്ല എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന സമയത്താണ് എന്റെ ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടത്. ആ ഉമ്മ നഷ്ടപ്പെട്ടപ്പോ അതോട് കൂടിയിട്ട് ഞാൻ വീണ്ടും തളർന്നു. അതൊരു കൊറോണ സമയത്താണ്. ആ കൊറോണ സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ആരംഭിച്ചത് മീൻ കച്ചവടമാണ്. മീൻ വിൽക്കാൻ വേണ്ടി പൊന്നാനി കടപ്പുറത്തും മറ്റുള്ള സ്ഥലങ്ങളിലും പോയി മീനെടുത്ത് വണ്ടിയിലെടുത്ത് വലിയ ഹോൾസെയിൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന പരിപാടിയാണ് ആരംഭിച്ചത്. പക്ഷെ ഓരോ ദിവസവും പൊട്ടൽ. 8 നിലയിൽ എന്നും പൊട്ട. പക്ഷെ കച്ചവടക്കാരായ ആളുകളൊക്കെ പറയും ഭയങ്കര ലാഭമാണ്. പക്ഷെ എനിക്ക് ലാഭം കിട്ടിയിട്ടില്ല. എനിക്ക് ഇന്ന് ലാഭം കിട്ടിയ 2 ദിവസം നഷ്ടം കിട്ടും. പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ, കിട്ടില്ല. അങ്ങനെ ഞാൻ ആന്ധ്രാപ്രദേശിലെത്തി മീനെടുക്കാൻ. ഞാൻ വണ്ടിയൊക്കെ വാങ്ങി എന്റെ പെങ്ങളെ കുട്ടീൻ്റെ അടുത്ത് കുറെ കാശൊക്കെ വാങ്ങിയിട്ട്, ഓൻ ഡോക്ടറാണ്, ഓന്റെ കയ്യിൽ നിന്ന് കുറെ കാശൊക്കെ വാങ്ങിയിട്ട് ഞാൻ ആരംഭിച്ച് ആന്ധ്രാപ്രദേശ് 3 ഇൻസുലേറ്റഡ് ലോറികൾ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആന്ധ്രാപ്രദേശിലൊക്കെ പോയിട്ട് മീനെടുത്ത് വരലൊടങ്ങി. അപ്പോ പൊട്ടലിന്റെ നഷ്ടത്തിന്റെ ഊക്ക് കൂടി. കാരണം ഒരു ദിവസം മറ്റത് ആയിരങ്ങളായിരുന്നെങ്കിൽ ഇത് ലക്ഷങ്ങളായി മാറി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഈ പണി എനിക്ക് പറ്റിയതല്ല. ഞാനെന്ന വ്യക്തി പോലും ഇല്ലാതാവും എന്ന് മനസ്സിലായപ്പോ ഞാൻ ആകെ താളം തെറ്റി ഒരു കൗൺസിലിങ്ങിന് ഒരാളെ അടുത്ത് എത്തിപ്പെട്ടു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ പണിയല്ലത്, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് അതിനുള്ള ഉറപ്പില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല പണി നിങ്ങൾ ഇതുവരെ എടുത്ത നിങ്ങളുടെ സ്ഥാപനമാണ്. അത് താമസിയാതെ തുറക്കും. എല്ലാ കോളേജുകളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളും തുറക്കും. അന്ന് വലിയ തോതിലുള്ള ആളുകൾ ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിന് പ്രിപ്പറേഷൻ നടത്തണം. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞ് പൈസ പോലും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങാതെ, 10 പൈസ പോലും അയാൾ എൻ്റെ അടുത്ത് വാങ്ങാതെ എന്നെ തിരിച്ചുവിട്ടു. അവിടെ നിന്ന് തിരിച്ച് ഞാൻ വരുന്ന സമയത്ത് ഞാൻ പുതിയൊരു മനുഷ്യനായിക്കൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ വേറെ ആളുകളെ കണ്ടു, സംസാരിച്ചു. അവിടെ നിന്നൊക്കെ പല ഇൻസൈറ്റുകളും കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം 2022 എന്റെ സ്ഥാപനം തുറന്നു. അതിന്റെയൊക്കെ മുന്നേ തന്നെ തുറന്നു. പക്ഷെ അപ്പോഴും അതൊരു ചളിയിൽ ടയർ പൂണ്ട വണ്ടിയെ പോലെ അങ്ങനെ കറങ്ങി തിരിഞ്ഞാ പോയിരുന്നത്. അന്ന് ഞങ്ങള് ഞാനും നിങ്ങൾ ഈ കാണുന്ന റസീന മിസ്സും വേറൊരു കുട്ടിയും കൂടെ ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ പരിശ്രമിച്ചിട്ട്, ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് എന്നെക്കാളും റസീന മിസ്സാണ്. പരിശ്രമിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പേടിയായിരുന്നു. ഇതെല്ലാം കൂടെ കാണുമ്പോ ഇതെല്ലാം കൂടെ ഞാൻ എവിടെ കൊണ്ടിടും? എന്റെ വീട്ടിൽ ഞാൻ എവിടെ കൊണ്ടിടും? ആളുകളോട് എന്ത് പറയും? വാടക എത്ര കൊടുക്കണ്ട, അത് എന്ത് ചെയ്യും? ഇതൊക്കെ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ 2022 കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ എന്റെ ജീവിതം മാറ്റിമറിച്ച ആ കോഴ്സിലേക്ക് ഞാൻ എൻ്റർ ചെയ്തു. 10,000 രൂപ കടം വാങ്ങിയിട്ടാണ് ഞാൻ പോയത്. ആ 10,000 രൂപ, എന്റെ കൂടെ വേറെ ആളുണ്ടായിരുന്നു, അവരെ കൂടെ പൈസ ഞാൻ കടം വാങ്ങിയിട്ടാ പോയത്. 10,000 രൂപ കടം വാങ്ങിയിട്ട് കോഴിക്കോട് കിങ് ഫോർട്ട് ഹോട്ടലിൽ വെച്ചിട്ട് ക്ലാസ് കേൾക്കുമ്പോ ആദ്യത്തെ 2 ദിവസത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്താ എനിക്ക് കിട്ടിയത്? ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നിയത്. പക്ഷെ 2ാമത്തെ ദിവസമായപ്പോഴേക്ക് എന്റെ ട്രെയിനർ, മുന്നത്തെ സീറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു, എന്റെ ട്രെയിനർ എന്റെ ഉള്ളിൽ എന്തെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോലും അറിയാതെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ എന്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ ആരംഭിച്ചു. ഞാൻ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. എനിക്കൊരു കാലമുണ്ടായിരുന്നെന്നും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാവരുടെയും അംഗീകാരം വാങ്ങിത്തന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നെന്നും ആ കാലം എനിക്ക് എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെന്നും ആ കഴിവുകളെ ഞാൻ ഉണർത്തിയെടുത്താൽ എന്റെ ജീവിതത്തിൽ അതിലേറെ സന്തോഷം കണ്ടെത്താൻ പറ്റുമെന്നും ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള കഴിവുകൾ എന്റെ ഉള്ളിലുണ്ട് എന്നും എനിക്ക് അന്ന് മുതൽ തിരിച്ചറിയാൻ തുടങ്ങി. ആ തിരിച്ചറിയലിന്റെ ഭാഗമാണ് ഇന്ന് നിൽക്കുന്ന ഞാൻ. അതിനുശേഷം എന്നോട് അന്ന് പറഞ്ഞു, അടുത്ത പ്രോഗ്രാമിന് ബുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിച്ചിട്ട് പറയാം. കാരണം എന്റെ അടുത്ത് കാശില്ലായിരുന്നു, സത്യം പറഞ്ഞു.
കാശിലായി. പക്ഷെ അടുത്ത പ്രോഗ്രാമിന് ഞാൻ പോയി. ആ പോയ സമയത്ത് എന്നോട് വീണ്ടും ചോദിച്ചു, ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, 6 മാസത്തെ ഒരു ട്രെയിനിങ് വരുന്നുണ്ട്, ഓൺലൈനാണ് കോച്ചിങ്, 59,000 രൂപയാണ് ഫീസ് 6 മാസത്തേക്ക്. നിഷാദ് സാർ നിങ്ങൾ ചേരുന്നുണ്ടോ ചോദിച്ചു. എത്ര അഡ്വാൻസ് വേണ്ടത് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യത്തെ ദിവസം ഞാൻ ചെല്ലുന്ന സമയത്ത് എണീറ്റ് നിന്നിട്ട് വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകൾ, വലിയ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ മുന്നിൽ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്, എനിക്കൊക്കെ എങ്ങനെ സാധിക്കോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്റെ കണ്ണുകളിലൂടെ വെള്ളം മാത്രമാണ് വന്നത്. ആരും അറിയാതെ, ആരോടും പറയാതെ അവിടുന്ന് പോന്ന് അടുത്ത ഒരു ട്രെയിനിങ്ങിന് ഞാൻ പോയ സമയത്ത് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് എനിക്ക് സംസാരിക്കാൻ, സ്റ്റേജിൽ സംസാരിക്കാൻ കുറച്ച് സമയം തരണം, വാ സമയം തരണം. സാർ പറഞ്ഞു ഓക്കെ. എനിക്കൊരു 10 മിനിറ്റാണ് ഞാൻ ചോദിച്ചത്. ഒരു അവസരം വന്നു, സാർ എന്നെ കേട്ടി. 100 കണക്കിന് ആളുകൾ നിൽക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അത്ര ആളുകളുടെ ഇടയിൽ സംസാരിച്ചു, സ്റ്റേജിൽ കയറിയിട്ട്. ഒരു നിമിഷം പോലും ആളുകൾ എന്റെ കണ്ണിൽ നിന്ന് ഇമ വെട്ടാതെ എന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ രംഗം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് സാധിക്കും, എന്തായാലും എനിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടി. ആ 10 മിനിറ്റ് ചോദിച്ച ഞാൻ 50 മിനിറ്റ് സംസാരിച്ചത് 50 മിനിറ്റ് പോയത് ആരും അറിഞ്ഞില്ല. അവസാനം ഞാൻ നിർത്തിയപ്പോ സാറ് ഒരു കസേരയിൽ ഇങ്ങനെ ആകെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി വേറെ. അന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ എന്നോട് ചോദിച്ചത്, സാറേ അടുത്ത കോഴ്സ് 6 മാസത്തേതുണ്ട്, 59,000 രൂപക്ക് നിങ്ങൾ ചേരണമെന്ന് ചോദിച്ചപ്പോ 10,000 രൂപ അപ്പ അടച്ചു അഡ്വാൻസ്. എന്നാണ് പ്രോഗ്രാം ചോദിച്ചു, സ്റ്റാർട്ട് ചോദിച്ചു. അത് പറയാം, ആയിട്ടില്ല പറഞ്ഞു. ഓക്കെ. ആ ക്ലാസ്സിൽ കയറിയിട്ട് അന്നും ദുബൈയിലും, അതുപോലെ തന്നെ ഖത്തറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ആ ക്ലാസ്സിലുണ്ടായിരുന്നു ഓൺലൈനിൽ. അത് എല്ലാ ദിവസവും ഇല്ല, 15 ദിവസം കൂടുമ്പോൾ ഒരു ക്ലാസ് ആണ് ഉണ്ടാവുക. രാത്രി 7:30 മുതൽ ഒരു 10-12 മണി വരെ ഉണ്ടാവും രാത്രി. ഞാൻ അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് പോകുള്ളൂ. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഈ ക്ലാസ് 59,000 രൂപ തന്നതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച വ്യക്തി ഞാനാണെന്ന് ആ ഗ്രൂപ്പിൽ 10-50ഓളം ആളുകളുള്ള ഗ്രൂപ്പിൽ ഞാൻ ഉറക്കെ പറയൽ തുടങ്ങി. ഞാനാണ്, എനിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ മുതലായിട്ടുള്ളത് പറയൽ തുടങ്ങി. കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികളെ ഞാൻ അടക്കി. എല്ലാ കുട്ടികളും എന്റെ അടുത്ത് വരൽ തുടങ്ങി. എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വരൽ തുടങ്ങി. ഇതെല്ലാം വന്നത് ഞാൻ എന്നിൽ ഉണ്ടാക്കിയ മാറ്റം. ഞാൻ മാറി, കംപ്ലീറ്റ് മാറി. ആ 20 വർഷത്തിന്റെ ഉണ്ടായിരുന്ന ഞാനല്ല പിന്നുണ്ടായ ഞാൻ. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വരുന്ന എല്ലാ കുട്ടികളും ഇത് പഠിക്കണം, എല്ലാവരും ജീവിതത്തിന്റെ വിജയം കൈവരിക്കണം. അങ്ങനെയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കൽ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ എന്റെ ജീവിതത്തിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ തുടങ്ങിയത്. അതിൽ നിന്നാണ് ഞാൻ വിജയിച്ചത്. ആന്ധ്ര കടപ്പുറത്ത് 14 ദിവസം കടന്നിട്ടുണ്ട് ഒരു ലോഡ് മത്തി കിട്ടാൻ 14 ദിവസം കടന്നിട്ടുണ്ട്. നമുക്ക് രാവിലെ നമ്മളെ കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ ആരും കാണാതെ കുറച്ചപ്പുറത്തേക്ക് പോകണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടത് ഉപ്പ് വെള്ളമായിരിക്കും. അതുപോലെ തന്നെ കുളിക്കണം എന്നുണ്ടെങ്കിൽ ആ കടപ്പുറത്തിന്റെ ഭാഗത്ത് ഒരു ടാങ്കിൽ നല്ല വെള്ളം വരും. പക്ഷെ അവിടെ നിന്ന് നമുക്ക് നമ്മളുടെ ഡ്രസ്സൊക്കെ അയച്ച് കുളിക്കണമെങ്കിൽ അവിടെയുള്ള ആളുകളൊക്കെ പോകണം, രാത്രിയാകണം. അല്ലെങ്കിൽ ലോറിയിലാണ് താമസം. ആ ലോറിയിൽ താമസിക്കുമ്പോ ഈച്ച, നമ്മൾക്ക് എല്ലാവർക്കും വെറുപ്പുള്ള ഈച്ച, ഒരു നിമിഷം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മേലെ ഈച്ച, നമ്മളെ ഒരു തൊലി കളർ പോലും കാണൂല, അത്രയും ഈച്ച നമ്മളെ പൊതിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ലോറിന്റെ ക്യാബിനില് ഈച്ചക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ മറ്റേ കൊതുക് തിരി കത്തിച്ചു വെച്ചിട്ട് ഒരു ചെറിയ ക്യാബിന്റെ ഉള്ളിലാണ് കിടക്കുക. രാവിലെ ആകുമ്പോഴേക്കും ഭയങ്കര ഒരു മന്ദപ്പായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ആ വിഷം ശ്വസിച്ചിട്ടാണ് നമ്മൾ അത്ര സമയം ഉറങ്ങിയത്. അങ്ങനെ 14 ദിവസം കടന്നു. പിന്നെ ഞാൻ അതുപോലെ 14 ദിവസം കടന്നു. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയോ? ഇല്ല. പക്ഷേ എനിക്ക് ലാഭം കിട്ടി. എന്നെല്ലാം ഞാൻ തോറ്റിട്ടുണ്ടോ, എവിടെല്ലാം ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടോ,
അവിടുന്ന് കിട്ടിയ പാഠങ്ങളാണ് എന്നെ ഇന്ന് വിജയിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. അന്ന് ആരൊക്കെയാണോ എന്നെ കളിയാക്കിയത്, ആരൊക്കെയാണോ എന്നെ പുച്ഛിച്ചത്, അവരുടെ മുന്നിലെല്ലാം ഇന്ന് ഞാൻ പറയാതെ അവരെന്നെ അഭിമാനത്തോട് കൂടിയിട്ട് എന്നെ വിളിക്കുന്നതും, അഭിമാനത്തോട് കൂടി എനിക്ക് ബഹുമാനത്തോട് കൂടിയിട്ട് എന്നെ ബഹുമാനിക്കുന്നതും, ബഹുമാനത്തോട് കൂടിയിട്ട് എനിക്ക് പൊസിഷൻ തരുന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ എന്നിലാണ് മാറ്റം ഉണ്ടാക്കിയത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് അതിനെ പോസിറ്റീവ് ആക്കാനുള്ള, ഏത് നെഗറ്റീവിനെയും നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള, നമ്മളുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് നമുക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും നമ്മളുടെ ദൈവം നമ്മളുടെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇതൊന്നും പറയാൻ കരുതി വന്നതല്ല. എത്രയോ സ്ഥലത്ത് ഞാൻ പുച്ഛിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ സ്ഥലത്ത് ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ സ്ഥലത്ത് ഞാൻ കളിയാക്കപ്പെട്ടിട്ടുണ്ട്. പലതിന്റെയും പേരിൽ അംഗീകാരങ്ങൾ കിട്ടാതിരുന്നിട്ടുണ്ട്. അർഹതപ്പെട്ടതുപോലും എന്റെ തൊട്ട് കയ്യിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ട, എന്റെ തൊട്ടടുത്ത് നിന്ന് നഷ്ടപ്പെട്ട രംഗങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതിന് കരഞ്ഞിരിക്കാനല്ല നമ്മൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തി ജീവിതം ഫലപുഷ്ടമാക്കാനും, ഏറ്റവും സന്തോഷമുള്ളതാക്കാനും, സംതൃപ്തിയുള്ളതാക്കാനും, സമ്പന്നമാക്കാനും, ആരോഗ്യമുള്ളതാക്കാനും എല്ലാം ഉള്ളതാണ് നമുക്ക് ഈ തരുന്ന അപകടങ്ങളും ആപത്തുകളും എന്ന് പറയുന്നത്. അത് നമ്മളാക്കാനുള്ളതാണെന്ന് എന്നു മുതലാണോ ഞാൻ തിരിച്ചറിഞ്ഞത്, അന്ന് മുതലാണ് തോൽവി എന്ന് പറയുന്നത് എനിക്കൊരു ഹരമായി മാറി. ഇന്ന് ഞാൻ തോറ്റാൽ ഞാൻ കുറച്ച് സമയം സങ്കടപ്പെടും, 24 മണിക്കൂർ മാത്രം. ആ 24 മണിക്കൂർ എന്റെ മുകളിൽ ചിലപ്പോൾ കാർമേഘം വരും. പക്ഷെ ആ കാർമേഘത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ അബദ്ധം പറ്റിയത്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ മിസ്റ്റേക്ക് പറ്റിയത്. എന്നിട്ട് അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഞാൻ ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് ഞാൻ എന്റെ രക്ഷക്കായി ഉപയോഗിക്കേണ്ടത് എന്ന് പഠിക്കും. ഇത് പഠിച്ച് ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്റെ കയ്യിൽ ഒരു ടൂൾ ഉണ്ടായിരിക്കും. ഒരു ടൂളല്ല, 1000 അവസരങ്ങൾ തുറക്കുന്ന താക്കോൽ എന്റെ കയ്യിലുണ്ടായിരിക്കും. അത് എന്നെ പഠിപ്പിച്ചത് എന്റെ അനുഭവങ്ങളാണ്. അനുഭവങ്ങളില്ലാത്തവനും പരാജയമില്ലാത്തവനും വിജയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. എന്റെ കഥകൾ കേൾക്കാൻ ഇന്ന് ആളുകളുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് കഥകൾ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ കഥകൾ കേൾക്കാൻ ആരും ഇപ്പൊ ഇരിക്കില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാവില്ല. വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മളുടെ ദൈവം തന്ന ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെ എപ്പോഴാണോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, എപ്പോഴാണോ ഏറ്റവും നന്നായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, അപ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മൾ നിസ്സാരം എന്ന് കരുതിയിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ ഞാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യർക്ക് നമുക്ക് എല്ലാവർക്കും കണ്ണുണ്ട്. കണ്ണ് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഈ ഭൂമിയുടെ സൗന്ദര്യവും പച്ചപ്പും എല്ലാം കണ്ടിട്ട് നമുക്ക് ആസ്വദിക്കാനും എല്ലാം കാണാൻ പറ്റും. വേണ്ടതും വേണ്ടാത്തതൊക്കെ നമുക്ക് കാണാൻ പറ്റും, എല്ലാം ആസ്വദിക്കാം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ കണ്ണ് നഷ്ടപ്പെട്ട രംഗങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെയായിരുന്നു എന്റെ അവസ്ഥ. എല്ലാം ഉണ്ടായിട്ട് പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് ഒരു ബ്ലൈൻഡ്നെസ് വന്ന അവസ്ഥയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ ബ്ലൈൻഡ്നെസ് തുടച്ചു നീക്കാനുള്ള ആയുധം ഞാൻ കണ്ടെത്തിയപ്പോ, അത് എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ, ഞാൻ അതിന് ആരെയും കുറ്റം പറയുന്നില്ല. കാരണം ഞാൻ എന്നെ മാത്രമേ അന്നും കുറ്റം പറയുന്നുള്ളൂ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അറിവില്ലാതെയാണ് ഞാൻ ആ ബിസിനസ് എല്ലാം ചെയ്തത്. ഞാൻ പഠിക്കാതെയാണ് ഞാൻ ആ ബിസിനസ് എല്ലാം ചെയ്തത്. പക്ഷെ ആ ബിസിനസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതും അങ്ങനെയാണ്. പക്ഷെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതിന്റെ പേരിലല്ല ഞാൻ പരാജയപ്പെട്ടത്. ഞാൻ ലക്ഷങ്ങളുടെ കടക്കാരനായത് എന്റെ സുഹൃത്തുക്കൾ എന്നെ ചതിക്കുയിലേക്ക് തെറ്റിച്ചപ്പോഴാണ്. വട്ടിപ്പലിശയുടെയും അതുപോലെ തന്നെ വലിയ ബാങ്ക് പലിശയുടെയും മറ്റുള്ള ചിട്ടി കമ്പനികളുടെയും ഇടയിൽ എന്റെ തല കൊണ്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച് എന്നെ കഷ്ടപ്പെടുത്തിയത് എന്റെ സുഹൃത്തുക്കളായിരുന്നു. ആ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ വിട്ടുനിന്ന്
വീണ്ടും രക്ഷപ്പെടാൻ അവരെ പൈസയൊക്കെ എല്ലാം കൊടുത്ത് ഞാൻ വീട്ടിയതിന് ശേഷം വീണ്ടും കുടുങ്ങാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്കുണ്ടായ ലാഭം കണ്ടിട്ട്, മറ്റുള്ളവർക്കുണ്ടായ സ്വത്ത് കണ്ടിട്ട്, മറ്റുള്ളവരെ പോലെ എനിക്കും ആവണം എന്ന് കരുതിയിട്ട് അവർ ചെയ്ത അതേ പരിപാടി ഞാൻ ചെയ്തപ്പോഴാണ് ഞാൻ വീണ്ടും പൊട്ടിയത് എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് മീൻ കച്ചവടം ചെയ്തത്. അതാണ് മീൻ കച്ചവടം ചെയ്തത്. എല്ലാം ഒഴിവാക്കി ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങി എന്റെ ഇതേ ഫീൽഡിലേക്ക് ഞാൻ വന്നപ്പോ എനിക്ക് എത്രയോ വലിയ ഓപ്പണിംഗ് ആണ് എനിക്കുണ്ടായത്. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഓപ്പണിംഗ് ആണ് എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായത്. അതിഗംഭീരമായിട്ടുള്ള അവസ്ഥകളാണ് എനിക്കുണ്ടായത്. ഇന്ന് ഈ നിമിഷം പറയാൻ എന്റെ ഉള്ളില് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നിമിഷമാണ്. കാരണം മലപ്പുറം മുനിസിപ്പാലിറ്റി നടത്തിയിരുന്ന ഒരു ജോബ് മേളയിൽ യാദൃശികമായിട്ട് എനിക്ക് വന്ന, കഴിഞ്ഞ 2 ദിവസം മുന്നേ എനിക്ക് വന്ന ഒരു കോള്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, നമുക്കൊരു കാര്യം ചെയ്തു തരാൻ പറ്റുമോ, നമുക്ക് അവിടെ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് നിങ്ങളുടെ കുറച്ച് കുട്ടികളെ, നമുക്കൊരു 10-20 കുട്ടികളെ അവിടെ ഒരു സർവീസിന് വേണ്ടിയിട്ട് അയച്ചു തരാൻ കഴിയോ? അങ്ങനെ കഴിയായിരുന്നെങ്കിൽ അവർക്ക് ഞങ്ങൾ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാം, എല്ലാം കൊടുക്കാം, ഒന്ന് ഞങ്ങളെ സഹായിക്കോ എന്ന് ചോദിച്ചാണ് വിളിച്ചത്. ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. ഞാൻ അറിയുന്ന ആളാണ്, പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് പറയാം. കുട്ടികളെല്ലാം വന്ന് ക്ലാസ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, 8:30 മണിക്ക് എത്തുമെന്ന് എനിക്ക് അറിയില്ല. അവർക്ക് സാധാരണ ക്ലാസ് തുടങ്ങുന്നത് 10:30 മണിക്കാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. ആ ചോദിക്കാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസത്തേക്ക് സെറ്റ് ചെയ്തപ്പോ 20 കുട്ടികളല്ല വന്നത്, 40-50ഓളം കുട്ടികൾ അതിന് റെഡി ആയി വന്നു. ആ കുട്ടികളെ ഇന്ന് ഞാൻ മുനിസിപ്പാലിറ്റിയുടെ പ്രോഗ്രാമിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ എനിക്കൊരു ഗസ്റ്റ് ആയിട്ട് ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. ഞാൻ അവിടെ സംസാരിച്ചു. അതുപോലെ തന്നെ എന്റെ കുട്ടികൾ അവിടെ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചതിന്റെ വോയിസ് ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് എന്റെ കുട്ടികൾ അവിടെ പ്രവർത്തിച്ചതിന്റെ പേരിൽ അഭിനന്ദനങ്ങളുടെ വോയിസ് ആണ് വന്നത്. ആരാണ് എന്റെ കുട്ടികൾ എന്ന് പറയുന്നത്? നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. ഇതിന്റെ അവസരമാണ് എനിക്ക് ദൈവം തുറന്നു തന്നത്. എന്റെ നാട്ടിൽ പോലുമുള്ള ഒരാൾ, ഇന്ന് ഈ ഭരണസമിതിയിലുള്ള ആൾ, എന്നെ ഒരുപാട് തവണ നാട്ടിൽ വെച്ച് കളിയാക്കിയ ആളാണ്. ഒരുപാട് സമയത്ത് എന്നെ മോശപ്പെട്ട അയാളുടെ മുന്നിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോ അയാളുടെ കണ്ണുകളിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അഭിമാനത്തോടു കൂടി, പവറോട് കൂടിയിട്ട് ആ സ്റ്റേജിലേക്ക് ഞാൻ കയറുമ്പോ എന്റെ ഉള്ളിൽ തുടങ്ങിയതാണ് എന്റെ ഉള്ളിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കല്, ഹാപ്പിനെസിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് അംഗീകാരങ്ങൾ നമ്മളെ തേടി വരുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. നമ്മളിൽ വാല്യൂ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതെല്ലാം വരുള്ളൂ. അപ്പൊ നമ്മളുടെ കഥ കേൾക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും, നമ്മളെ കഥക്ക് വാല്യൂ ഉണ്ടാവും, നമ്മൾ പറയുന്നതിനെ ആൾക്കാർ വിശ്വസിക്കാനുണ്ടാവും, നമ്മളെ കൂടാൻ ആയിരങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്തവനെ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതിനെ തരണം ചെയ്യാൻ ആരും നമ്മളെ സഹായിക്കില്ല. നമ്മളുടെ ദൈവം നമ്മൾക്കുള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള ആ സ്കില്ലുകൾ മാത്രമാണ്. അത് എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ആരാണോ അതിനെ വളർത്തിയെടുക്കുന്നത്, അവൻ ജീവിതത്തിൽ വിജയിക്കും. ഒരുപാട് ഉദാഹരണങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലുള്ളത്. ലൈവായിട്ടുള്ള ഉദാഹരണം, ഒന്നിലും ഒരു കളങ്കവും ഇല്ലാതെ സത്യസന്ധമായിട്ട്. ആരെങ്കിലും കഥകളല്ല ഞാൻ പറയുന്നത്, ഞാൻ എന്റെ കഥയാണ് പറയുന്നത്. എന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് എന്റെ അടുത്ത് വന്ന കുട്ടികളുടെ കഥ ഇഷ്ടം പോലെ, അതെല്ലാം കൂടെ പറഞ്ഞാൽ തീരില്ല. അത് നമുക്ക് പിന്നീട് പറയാം. എന്തായാലും ജീവിതത്തില് ഇതുപോലുള്ള പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ കൃത്യമായിട്ട് നമുക്കിതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, നമ്മളുടെ ഒരു യാത്രയാണ്. സത്യത്തിൽ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടേക്കല്ല ഉണ്ടാവേണ്ടത്. ഇത് സ്വാഭാവികതയാണ്. ഇത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ യാത്ര അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓരോ വയസ്സും നമ്മളിൽ കയറി വരും. ഓരോ ബർത്ത്ഡേയും നമുക്ക് കൂടി വരും. നമ്മളുടെ മുഖം ചുളിഞ്ഞു വരും. നമ്മളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കാലങ്ങൾ കഴിയുമ്പോൾ നമുക്കുള്ള വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവേണ്ട ട്രാൻസ്ഫോർമേഷനുകൾ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എത്തിപ്പെടേണ്ടത് ഇവിടെയാണ്. ഈ ഉയരങ്ങൾ കീഴടക്കാനാണ് സത്യത്തിൽ പ്രയാസം. ഉയരത്തിലേക്ക് കയറുമ്പോ കുറച്ച് കയറ്റം കയറുമ്പോൾ വണ്ടിക്ക് കുറച്ചൊരു സ്ട്രഗിളിങ് വരും. ആ സമയത്ത്
നമുക്ക് തോന്നും ഒന്ന് താഴേക്ക് തന്നെ ഇറങ്ങിയാലോ, എനിക്ക് സാധിക്കോ, എന്നെ കൊണ്ട് സാധിക്കോ, സാധിക്കൂലേ എന്ന് നമുക്ക് ഇങ്ങനെ തോന്നും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോ ജീവിതം ഇങ്ങനെ പോവാ, പല സമയത്തും ഇങ്ങനെ പോവാ, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ രീതിയിൽ പോവില്ല. എന്ത് സാധനമാണ് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ രേഖക്ക് താഴെ പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പരാജയം മണത്തു തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ പ്രയാസങ്ങൾ മണത്തു തുടങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് ഇവിടെ കണ്ടങ്ങളെ എല്ലാ സമയത്തും ഓൾമോസ്റ്റ് ഹാപ്പിനെസ് കിട്ടിയ ഒരു ഏരിയ ആണിത്, അല്ലെങ്കിൽ നമ്മൾ വിജയിച്ച് നിൽക്കുന്ന ഒരു ഏരിയയാണ്. അതിന് ചില സമയത്ത് കുറച്ചുകൂടെ പൊങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോ ഒന്ന് കുറച്ച് താന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു ആവറേജ് എടുക്കുമ്പോ ഈ ഭാഗമാണ് നമ്മളുടെ ഏറ്റവും നല്ലൊരു സോണായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുക. ആ സോണിൽ നമ്മൾ ശ്രദ്ധിക്കണേ, ആ സോണിൽ നമുക്ക് എന്താണ് ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് നമുക്കത് ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് അന്ന് നമ്മൾ വിജയിച്ചത്, ഇതാണ് നമ്മൾ പഠിക്കേണ്ട സാധനം. എന്തുകൊണ്ടാണ് അന്ന് എനിക്ക് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം, വൈ ഇതാണ് ചോദിക്കുന്നത്. വൈ, എന്തുകൊണ്ട് എനിക്ക് അന്ന് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഹാപ്പിനെസിന്റെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ഒരു നല്ല നിമിഷത്തിലൂടെ, എനിക്ക് വിജയത്തിന്റെ ഒരു നല്ല നിമിഷത്തിലൂടെ, എന്റെ സുവർണ കാലഘട്ടം എന്ന് പോലും എനിക്ക് പറയാൻ പറ്റുന്ന ആ കാലഘട്ടത്തിലൂടെ ഞാൻ സഞ്ചരിച്ചത് എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ നോക്കണം, നമ്മളാണ് നോക്കേണ്ടത്. അങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, അന്ന് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ എന്നിലുണ്ടായിരുന്നു, അന്ന് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നു, എന്റെ കാര്യങ്ങൾ എനിക്ക് നല്ല ശ്രദ്ധ ചെലുത്താൻ സാധിച്ചിരുന്നു, അന്ന് ഞാൻ സന്തോഷത്തിലാണ് ഇരുന്നത്. അതിനെന്തായിരുന്നു കാരണം? ഇത് നമ്മൾ നിരന്തരമായിട്ട് നോക്കിയേ പറ്റുള്ളൂ. ആ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യമാകും, അന്ന് എനിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു. ആ കഴിവുകളെല്ലാം എവിടെ പോയി? ഇന്നും എന്റെ കയ്യിലുണ്ട്, പക്ഷെ അതിൽ ചളി വന്ന് മൂടിയതാണ്. അതിനെ റീ അവൈക്കൺ ചെയ്യണം, അതിനെ തുടച്ച് വൃത്തിയാക്കണം. നമുക്ക് കണ്ണട കിട്ടുമ്പോ, നമുക്ക് വെക്കാനുള്ള കണ്ണട കിട്ടുമ്പോ അതിന്റെ കൂടെ തരുന്ന ഒരു സാധനമാണ് ഒരു തുണി, ഒരു കോട്ടന്റെ തുണി തരും, നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള, നല്ല കർണിസ അല്ലെ, ഒരു തുണി തരും. അതെന്തിനാ? ഇടക്കിടക്ക് ക്ലീൻ ആക്കി കിട്ടും അല്ലെ. കണ്ണട ചള വിളിച്ചതാണ് കർണീസനെ, ഇടക്കിടക്ക് ക്ലീൻ ആക്കണം. അതേപോലെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം, ആ ചളിനെ മാറ്റണം. ഇതാ പണി, വേറെ ഒരു പണിയില്ല. നമ്മളെ മേലിലാണ് നമ്മൾ പണിയെടുക്കാണ്, വേറെ എവിടെ എടുത്തിട്ടും കാര്യമില്ല, എവിടെ എടുത്താലും കാര്യമില്ല. ആ പണി നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം, നിരന്തരം എടുക്കണം. ഒരു ദിവസം കൊണ്ട് കിട്ടൂല, ഒരു ദിവസം കൊണ്ട് കിട്ടൂല. 17 വർഷം മുന്നേ എന്നെ അപമാനിച്ച എന്റെ ജ്യേഷ്ഠൻ എന്റെ ഓഫീസിലേക്ക് എനിക്കതൊന്ന് കാണണം, എന്റെ സ്ഥാപനം ഒന്ന് കാണണം എന്ന് എത്രയോ റീൽസ് കണ്ട്, എത്രയോ പ്രോഗ്രാമിന്റെ റീൽസ് കണ്ടിട്ട് വീഡിയോ ഒക്കെ കണ്ട ആളാണ്. എന്നിട്ട് പറയണേ, ആ ഓഫീസിൽ ഇതൊരു കണ്ടിലേക്കൊന്ന് കാണാൻ പറ്റുമോ, എന്നാ കാണാൻ പറ്റും, ഞാനൊന്ന് വന്നാലോ, അവിടെ ഉണ്ടാവോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല, ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല. അത് കേറിയിട്ട് കണ്ടുപോയ സമയത്ത് എന്റെ ഉള്ളിലുണ്ടാക്കിയ ഒരു പവർ ഉണ്ടല്ലോ, ഒരു പവർ, ആ മൗനത്തോട് കൂടിയിട്ടുള്ള ഒരു പവർ ഉണ്ടല്ലോ. വിജയം കൊണ്ട് നമ്മളുടെ എന്താ പറയാ, കളിയാക്കിയവരുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മളെ പുച്ഛിച്ചവരുടെ മുന്നിൽ. എന്റെ സ്വന്തം ജ്യേഷ്ഠനാ, 14 വയസ്സ് ഞാനും അവനും വ്യത്യാസമുള്ള ആളാ. എന്നെ കൈ പിടിച്ച് ഉയർത്താനുള്ള ആളായിരുന്നു. പക്ഷെ ഞാൻ അപകടം വന്നപ്പോ ഞാനെങ്ങാനും അവന്റെ മേലിൽ ചെന്ന് ചായോ എന്ന് കരുതി പേടിച്ചിട്ട് ഒഴിഞ്ഞു മാറിയ ആളാ. ഇപ്പോ ഇന്നിപ്പോ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് സംസാരിച്ചതിന്റെ ഒരു ഫോട്ടോ ഇട്ടപ്പോ ആദ്യത്തെ ഫാമിലി ഗ്രൂപ്പിൽ ആദ്യത്തെ കയ്യടി അടിച്ചതോന. ഞാൻ ഇതെല്ലാം നോക്കുന്നുണ്ട്. എന്തിനാ നോക്കണാരോ? ഞാൻ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ തെളിവ് എനിക്ക് മനസ്സിലാവും. അപ്പോഴാണ് എനിക്ക് എന്റെ കോൺഫിഡൻസ് എനിക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുക. ഏത് ഉയരം കീഴടക്കാൻ നമുക്ക് സാധിക്കും, ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീയിങ്. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, കുറച്ച് സമയം എടുക്കും. ആ സമയം എടുക്കണമെങ്കിൽ ആ സമയം എടുത്താലും ആ സമയം മുഴുവനായിട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ അത് ഒരു ഉപകാരത്തിലാവുള്ളൂ എന്ന് മാത്രം. വേറെ ഒരു കുഴപ്പമില്ല. ഈ സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്തായിരുന്നു ഞാൻ എന്ത് ചെയ്തിരുന്നത്,
സമയത്തായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം. അന്ന് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ പറയാം. ഞാൻ ചെറിയ കുട്ടിയായ സമയത്തായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പരിഗണനകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഗുണങ്ങൾ എന്നിൽ ഉണ്ടായിരുന്നു. ആ കാരണങ്ങളെ കൊണ്ടാണ് എന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നത്. ഇപ്പൊ എവിടെ പോയി? പല കാരണങ്ങളെ കൊണ്ട് അതെല്ലാം മറക്കപ്പെട്ടു. അതിനെ മുഴുവനായിട്ട് നമ്മൾ നോക്കണം. നോക്കിയാലേ കിട്ടുള്ളൂ, അല്ലേ കിട്ടില്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നിർബന്ധമായിട്ടും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ നമ്മൾ ഒരു സാഹചര്യത്തിന് നമ്മൾ സെർച്ച് ചെയ്യണം. നിങ്ങളുടെ തോട്ട് പ്രോസസ് അങ്ങോട്ടേക്ക് പോകണം. നമ്മളെപ്പോഴും മുന്നോട്ട് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പല സമയത്തും നമ്മൾക്കൊരു അപകടം പറ്റുമ്പോൾ നമ്മൾ ബാക്കോട്ട് ചിന്തിക്കണം. എവിടെയാണ് എനിക്ക് അപകടം പറ്റിയത്? അവിടെ നിന്നുകൊണ്ട്, ആ അപകടം പറ്റിയ സ്ഥലത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റെപ്പ് താഴെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. മുകളിലേക്ക് നോക്കണം, താഴേക്ക് നോക്കണം. മുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താണ്? അവിടെ ഭയങ്കര വൈക്കലുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രയാസമുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വീണത്. എന്തായാലും ഞാൻ രക്ഷപ്പെടും എന്ന് കരുതിയിട്ട് കുത്തിപ്പിടിച്ച് കയറല്ല വേണ്ടത്. അവിടെ നിന്നുകൊണ്ട് താഴേക്ക് നോക്കണം. താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാൻ ചെറുതായപ്പോഴോ അതോ എന്റെ ഈ ജീവിത കാലത്തിന്റെ ഇടയിലോ ഇതിലേറെ വലിയ വൈക്കലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞാൻ എന്ത് ആയുധമാണ് എന്നിൽ എടുത്തിരുന്നത്? ആ ആയുധം ഞാൻ എടുത്തിട്ട് ഒന്നും കൂടെ പോളിഷ് ചെയ്യണം, അതിനൊന്നും കൂടെ മൂർച്ച കൂട്ടണം, ആ സ്കില്ല് ഞാൻ ഒന്നും കൂടെ മൂർച്ച കൂട്ടണം. എന്നിട്ട് ഞാൻ അതിഗംഭീരമായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം. അങ്ങനെ കയറുമ്പോൾ നിങ്ങൾ വിജയിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അള്ളിപ്പിടിച്ച് കയറുമ്പോ മുറിവെല്ലാം പറ്റും. അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഓരോ സ്റ്റെപ്പുകൾ കയറി പോകാനേ മനുഷ്യന് കഴിയുള്ളൂ. ഒന്നായിട്ട് ചാടിക്കയറാൻ പറ്റില്ല. അത് നിങ്ങളുടെ അനുഭവങ്ങളിലാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ എക്സ്പീരിയൻസിലാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ വിജയങ്ങളിലല്ല നിങ്ങൾക്ക് ഇനി കയറാനുള്ള സ്റ്റെപ്പ് ഉള്ളത്. അന്ന് നിങ്ങൾക്കുണ്ടായ പരാജയങ്ങളിൽ, ആ പരാജയങ്ങളിൽ നിന്ന് കരകയറിയ വഴികളിൽ, അതിൽ നിന്ന് കണ്ടെത്തിയ വഴികളിൽ, സൊല്യൂഷനുകളിലാണ് ഇനി നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം ഉള്ളത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സ്ഥാനം. അതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 4 കാര്യങ്ങളെ നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിനെ ഏറ്റവും മികച്ചതാക്കാൻ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനുള്ള 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഏറ്റവും മികച്ചതാക്കാൻ എങ്ങനെ പറ്റാം, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു 4 കാര്യങ്ങളാണ്, 4 പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ചെയ്ത പണിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ എല്ലാ കോഴ്സും ഇട്ടത്, ഏത് കോഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും ആ കോഴ്സിന് സംതിങ് സ്പെഷ്യാലിറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്റെ തോട്ട്സിലൂടെയാണ്. എന്റെ തോട്ട്സ് ഉണ്ടായത് എന്റെ അനുഭവത്തിലൂടെയാണ്. ആ തോട്ട്സിനെ ഞാൻ എന്താണ് കോണ്ടന്റ് ആക്കിയിട്ട് അതിനെ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള രൂപത്തിലാക്കിയിട്ടാണ് ഞാൻ എന്റെ എല്ലാ പ്രാക്ടിക്കൽ സെക്ഷൻസും ഇട്ടിട്ടുള്ളത്. എന്റെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഭൂരിപക്ഷം ആളുകളും, ഒരാളൊക്കെ ഒഴിവാക്കി ബാക്കി അവരൊക്കെ എന്റെ ട്രെയിൻഡ് ആണ്. എല്ലാവരും എന്റെ കുട്ടികളാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ആളുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. കാരണം അവർക്കാണ് മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക, അവർക്കാണ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. വേദന ഇല്ലാത്തവന് സുഖം അറിയില്ല, സുഖം അറിയണമെങ്കിൽ വേദന ഉണ്ടായിരിക്കണം. ഇത് രണ്ടും പെയറായിട്ടാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. വേദന ഉണ്ടാവും, സുഖം ഉണ്ടാവും. സുഖം ഉണ്ടാവുമ്പോ വേദന അറിയുള്ളൂ, വേദന അറിയുമ്പോഴേ സുഖം അറിയൂ. ഇത് 2 പെയറാണ്. ആണിന് പെണ്ണിന് ആണ്. അതുപോലെ തന്നെ ഓരോന്നിനും നമുക്ക് പെയറായിട്ട് ദൈവം സൃഷ്ടിച്ചപ്പോ അതേപോലെയാണ് നമ്മളുടെ ഇമോഷനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാം അങ്ങനെയാണ്. വേദന ഉണ്ട്, സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവുമ്പോഴേ സന്തോഷത്തിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കിത് ഇങ്ങനെ, അപ്പൊ എന്താണ്, ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാവരും പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഞാൻ ഇറങ്ങി, വൈ. യെസ്, എനിക്ക് അവിടെ എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി ഞാൻ എങ്ങനെ ഉയരങ്ങളിലേക്ക് കയറാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുന്നേ ഞാൻ എവിടെയെങ്കിലും പാളിച്ച പറ്റി താഴേക്ക് പോന്നിട്ടുണ്ടായിരുന്നോ? എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്സ് എന്തായിരുന്നു? ആ മിസ്റ്റേക്സ് ഇന്നത് കൊണ്ടാണ് എനിക്ക് പറ്റിയത്. അതിനെ ഞാൻ എങ്ങനെയാണ് തരണം ചെയ്തത്? ആ തരണം ചെയ്ത മിസ്റ്റേക്സിനെ ഞാൻ തരണം ചെയ്തപ്പോൾ എനിക്കുണ്ടായ വിജയം എന്താണ്? ഇത്ര എനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ അടുത്തതും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിജയിക്കാൻ പോവുകയാണ്. ബിക്കോസ് ഞാൻ എന്ത് ചെയ്യും? ഞാൻ
എന്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തിരിക്കും. അറ്റ് എനി കോസ്റ്റ്, എനി റിസ്ക് ഞാൻ അത് ചെയ്ത് ഞാൻ മുന്നേറിയിരിക്കും. എങ്ങനെയാണ് നിങ്ങൾ ഫോൺ ചെയ്യാൻ പഠിച്ചത്? എനിക്ക് ഫോൺ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇരുന്നിട്ടുണ്ടായിരുന്നു? ഇല്ല. ഫോൺ ചെയ്യലാണ് തുടങ്ങുമ്പോൾ ഫോൺ ചെയ്യലാണ് പഠിക്കും. ഞാൻ അങ്ങനെ പഠിച്ച ഒരാള് ജീവിതത്തിൽ, നിങ്ങൾക്ക് കഥ കേട്ടല്ലോ, മനസ്സിലായല്ലോ. ഒരാള് ജീവിതത്തിൽ നീന്തം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പാലത്തുമെന്ന് ചാടി, എന്നിട്ട് ഒന്നിരിക്കലോ 99% മരിക്കും. നീന്തം അറിയാത്ത ആളാണെങ്കിൽ മരിക്കും. ഒന്നിരിക്കലോ നീന്തം പഠിക്കും, അല്ലെങ്കിൽ മരിക്കും എന്നാ പറഞ്ഞത്. 99% എന്ത് ചെയ്യലാണ്? മരിക്കലാണ്. ഞാൻ എന്താ ചെയ്തത്? ഞാൻ നീന്തം പഠിച്ചു. ഇതാണ് എന്റെ വ്യത്യാസം, എനിക്കുണ്ടായ വ്യത്യാസം. അതിനെന്താ അറിയോ? നമ്മളെ ഒരുപാട് ആളുകൾ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ. അവര് നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് സപ്പോർട്ട് ചെയ്യും. ഇന്ന് ഞാൻ പറയുന്നു, ഞാൻ എന്തിനാണ് ഈ കോഴ്സ് ഇട്ടതും നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടണമെന്ന് കൂടുതൽ ആഗ്രഹിച്ചറിയോ? നിങ്ങൾ രക്ഷപ്പെടുന്ന സമയത്ത് ആരോടും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ കണ്ണുന്നൊരു തീനാളുണ്ട് പുറത്തേക്ക് പോകാന്. ആ ക്ലാസ് കിട്ടിയതുകൊണ്ട്, സാർ അത് പറഞ്ഞു തന്നതുകൊണ്ട് എന്റെ ഉള്ളിൽ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായി. ഞാൻ എന്റെ ജീവിതത്തിൽ വിജയിച്ചു. സാറിനെ രക്ഷിക്കണ ദൈവമേ, സാർ എന്നെ സഹായിച്ചിരുന്നു. ഞാൻ അറിയില്ല ഇതൊന്നും, പക്ഷെ ഞാൻ പോലും അറിയാതെ നിങ്ങളെ ഉള്ളിൽ നിന്ന് പോകുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. എന്നത് പല സമയത്തും എന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 24 മണിക്കൂർ കൊണ്ട് ഞാൻ എന്റെ റിക്കവർ ചെയ്യാൻ പഠിച്ചത്. ഞാൻ അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങളെ പഠിച്ചെടുക്കാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ സാധിച്ചത്. എന്ത് പഠിച്ചാലും ഞാൻ അത് അടുത്ത ദിവസം ആക്ഷൻ ആക്കി മാറ്റും. എന്ത് പഠിച്ചാലും നല്ലത് പഠിച്ചാൽ ഞാൻ ആക്ഷൻ ആക്കും. നിങ്ങൾ ഒരു കാര്യമുണ്ട്, 10 കാര്യങ്ങളോ 20 കാര്യങ്ങളോ 30 കാര്യങ്ങളോ ഒന്നിച്ച് പഠിക്കരുത്. 3 കാര്യങ്ങൾ 4 കാര്യങ്ങൾ ഇത്ര മാത്രമേ ഒരു ദിവസം പഠിക്കാൻ പാടുള്ളൂ. ആ പഠിച്ചതിനെ പ്രാക്ടിക്കൽ ആക്കിയതിനു ശേഷമാണ് അടുത്ത സെഷൻ പഠിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആണെങ്കിലേ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പുസ്തകം കൊണ്ടുവന്നിട്ട് പരീക്ഷയ്ക്ക് തലേന്ന് എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ഓരോ ദിവസം ഓരോ പാഠമാണ് നമ്മൾ പഠിച്ചതെങ്കിൽ നമുക്ക് പരീക്ഷ വരുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ റിവിഷൻ ചെയ്താൽ മതി. അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വരുമ്പോ, നിങ്ങൾക്കൊരു അപകടം വരുമ്പോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഈ തോട്ട് പ്രോസസ് വർക്ക് ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ സാധനം വർക്ക് ചെയ്യും. അത് നിങ്ങളുടെ മുന്നിലേക്ക് ചാടും. അത് നിങ്ങളെ രക്ഷപ്പെടുത്തും. അത് നിങ്ങൾ ആ അപകടത്തിൽ നിന്ന് തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് തരും. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നോ ഐഡിയ, ഒരു ഐഡിയ ഇല്ല. പക്ഷെ അത് നിങ്ങളെ ഉള്ളിൽ നിന്നുണ്ടായതാണ്. ഗ്യാരണ്ടിയാണ്. ഇതുണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഉള്ളിൽ ഈ പണിയെടുത്തുകൊണ്ടേയിരിക്കണം. അതിന് നമ്മൾ ഫസ്റ്റ് കാര്യം പറയാണ്. ഒന്ന്, ഈ സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ആ കാര്യങ്ങളെല്ലാം ഞാൻ പല ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോന്നും. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്താ വെച്ചാൽ നമ്മൾക്ക് നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം. എന്താണ്? നമ്പർ 1 ഈസ് യൂട്ടിലൈസേഷൻ. എന്താണ് യൂട്ടിലൈസേഷൻ? ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാം, നിങ്ങൾക്ക് വരക്കാനും നിങ്ങൾക്ക് അതിനെ മാർക്ക് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. നമ്പർ 1 ഈസ് യൂട്ടിലൈസേഷൻ. എന്താ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കാം? വാട്ട് ഈസ് യൂട്ടിലൈസേഷൻ? എന്താണ് യൂട്ടിലൈസേഷൻ? യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, യൂസിങ് അല്ല യൂട്ടിലൈസേഷൻ. യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ പറയാം. നിങ്ങൾ ഈ കരിമ്പ് മെഷീൻ കണ്ടു, കരിമ്പ് ജ്യൂസ് നമ്മളെല്ലാരും കുടിച്ചിട്ടുണ്ട് അല്ലെ? കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. ഈ കരിമ്പ് ജ്യൂസ് കരിമ്പിന്റെ മെഷീനിലേക്ക് കരിമ്പിന്റെ ഒരു തണ്ട് ക്ലീൻ ചെയ്ത് ആ കച്ചവടക്കാരൻ ഇടുമ്പോ അതിന്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ടാവും. ആ പാത്രത്തിൽ ഇതൊക്കെ ഒബ്സർവേഷൻ ആണ്. നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോ ഈ പാത്രം ആദ്യത്തെ തണ്ട് അങ്ങനെ കേറി പോകുമ്പോ തന്നെ അതിൽ നിന്ന് കുറെ നീരുകൾ വരും. ഓക്കെ, അപ്പോ നമ്മൾ ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസ് ആണെങ്കിൽ ഒരു കരിമ്പ് ജ്യൂസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് അതിൽ നിന്ന് ആ കരിമ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അയാൾ ഇത് പുറത്തു കൂടെ വീണ്ടും എടുത്തിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഇടും. അപ്പോ കുറച്ചും കൂടെ ജ്യൂസ് വരും. അപ്പൊ നമ്മൾ കരുതും ഇനിയിപ്പൊ തരുമായിരിക്കും. ഇല്ല, അയാൾ വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട് അതിനെന്ത് ചെയ്യും? വീണ്ടും അതിനെ ഒന്നും കൂടെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പൊ നമ്മൾ കരുതും ഇനി കിട്ടുന്നു. ഇല്ല, അയാളെ വീണ്ടും അതെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഒരു നാരങ്ങ പീസും കൊണ്ട് വെച്ചിട്ട് ഒന്ന് ഉഷാറ ഒരു ഇഞ്ചി കഷ്ണം കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ ഇടും. അങ്ങനെ അത് മടക്കി ഇട്ടിട്ട് ആ കരിമ്പ് ചണ്ടിയിൽ നിന്ന്
ഒന്നും കിട്ടാത്ത രൂപത്തിലാകുന്നത് വരെ അയാളെയും യൂട്ടിലൈസേഷൻ ചെയ്യും. എങ്കിലേ അയാൾക്ക് ഏറ്റവും നന്നായിട്ട് അതിൽ നിന്ന് ലാഭം എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് സത്യം, അല്ലെ? അയാൾ ആദ്യത്തെ ഫണ്ട് ഇടുമ്പോൾ കിട്ടിയത് അയാളുടെ മുതൽ പൈസ ആയിരിക്കും. രണ്ടാമത് മൂന്നാമത് ഇടുമ്പോഴാണ് അയാൾക്ക് ലാഭം കിട്ടുന്നത്. അപ്പൊ അതിന്റെ മാക്സിമം അതിൽ നിന്ന് ഊറ്റിയെടുക്കുക. ഇതേപോലെ കരിമ്പ് മെഷീന്റെ ഉള്ളിൽ നിങ്ങൾ കയറുമ്പോ നിങ്ങളെ ഉള്ളിൽ നിന്ന് എത്രത്തോളം സ്കില്ലുകൾ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും, ആ പുറത്തു വരാനുള്ള സ്കില്ലുകളെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, ഓരോ സ്കില്ലുകളെയും എടുത്തിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സന്തോഷത്തിന്റെ ഇരട്ടി സന്തോഷം കൊണ്ടുവരാൻ കഴിയും. ഇരട്ടി സന്തോഷം കൊണ്ടുവരാൻ കഴിയും. എന്തൊക്കെ യൂട്ടിലൈസ് ചെയ്യാം? ഒന്ന്, നമ്മളുടെ സ്കില്ല് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നമ്മളുടെ നോളജ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ പഠിച്ച നോളജ് പലതും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനെ യൂട്ടിലൈസ് ചെയ്യാം. നമ്മളുടെ കാശിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നമ്മുടെ സമയത്തിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടുള്ള ആളുകളെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. എങ്ങനെ? നമ്മളെ സഹായിക്കാൻ ചാൻസ് ഉള്ള ആളുകളെ പല കാര്യത്തിനും വേണ്ടിയിട്ട് ഒന്നെന്താണ്? ഒന്ന് നമ്മുടെ സ്കില്ലുകളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കില്ലുകൾ തന്നെയാണ്. കാരണം ഈ യൂട്ടിലൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിങ്ങനെ ഈ തോട്ട് പ്രോസസ്സിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ തോട്ട് പ്രോസസ്സിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തോട്ട് പ്രോസസ്സിൽ പോകുമ്പോ ഒരു സാഹചര്യം വരുമ്പോ അപ്പൊ നമ്മളെ ബ്രെയിൻ വർക്കാവും, അപ്പൊ നമ്മുടെ മൈൻഡിന്റെ സ്വിച്ച് ഓൺ ആവും, അപ്പൊ നമ്മുടെ ബോഡി അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇത് മൂന്നും അലൈൻഡ് ആയിരിക്കും. അലേർട്ടായിരിക്കും, അലൈൻഡ് ആയിരിക്കും. അപ്പോ ഇതൊരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിലൂടെ നമ്മൾ ആ കടമ അത് പൂർത്തിയാക്കിയിട്ടുണ്ടാവും. എങ്ങനെ ചോദിച്ചാൽ നമുക്കൊരാൾക്ക് പറഞ്ഞെടുക്കാൻ കഴിയില്ല. അത് എങ്ങനെ സംഭവിച്ചത്? നമ്മളുടെ ഉള്ളിലുള്ള സ്കില്ലുകളെ ഓരോന്നിനും നമ്മൾ ഓരോ സമയത്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ. എന്തെല്ലാം സ്കില്ലുകളുണ്ട്, എത്ര ആയിരക്കണക്കിന് സ്കില്ലുകളുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ സാധിക്കും. പഠിക്കാനുള്ള അവസരമുണ്ട്, അപ്പൊ പഠിക്കണം. ഇന്ന് ഞാൻ പഠിപ്പിച്ചാൽ നിങ്ങൾ ഇന്ന് പഠിക്കണം, നാളെ ആക്ഷൻ ആക്കണം. അല്ലെങ്കിൽ ഇപ്പൊ മുതൽ നിങ്ങൾ ആക്ഷൻ ആക്കണം. അങ്ങനെയാണെങ്കിൽ അത് യൂട്ടിലൈസേഷൻ വരും. എന്നെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റും, എത്രത്തോളം പഠിക്കാൻ പറ്റും, എന്തെല്ലാം ചെയ്ത സഭ ക്ലാസ്സിൽ എന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. എന്നെ എക്വിപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് യൂട്ടിലൈസേഷൻ. എന്നെ എക്വിപ്പ് ചെയ്യണം. നിങ്ങൾ ഈ നാരങ്ങ യൂസ് ചെയ്യുമ്പോൾ ഒരു നാരങ്ങളെ കയ്യിലെടുത്ത ഒരു നാരങ്ങന്റെ പീസ് എടുത്ത് എങ്ങനെ പിടിക്കാൻ, ലൈം ഉണ്ടാക്കാൻ എങ്ങനെ പിടിക്കാൻ? നാരങ്ങ ഒന്നെടുത്ത കൈ പിടിച്ച, നാരങ്ങക്ക് ഓടണ്ട, ഒന്ന് പിടിച്ച, കയ്യിലുണ്ട് സങ്കല്പിച്ച, എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞ, ഒന്നിങ്ങനെ സ്ക്യൂസ് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞ. അപ്പൊ ആദ്യത്തെ പീല് കുറച്ച് നീര് വരും. ആദ്യത്തെ ഇതിൽ നല്ല നീര് വരും. പിന്നെ കുറച്ചും കൂടെ പിഴിഞ്ഞാല് എന്തിട്ടും കുറച്ചും കൂടെ നീരിട്ടും, കുറച്ചും കൂടെ, അങ്ങനെ മാക്സിമം പിഴിഞ്ഞിട്ട് ലാസ്റ്റ് അതൊരു വടിച്ചിട്ടാണ് നമ്മൾ ആ ചണ്ടി എന്ത് ചെയ്യാ, ഒഴിവാക്കുക. ദാറ്റ് ഈസ് യൂട്ടിലൈസേഷൻ. അപ്പോ ഒരു ലൈം ഉണ്ടാക്കാൻ പറ്റുന്നത് 2 ലൈം ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഈസ് യൂട്ടിലൈസേഷൻ. എക്സ്പെൻസ് 1, ഒരു നാരക. ദാറ്റ് ഈസ് യൂട്ടിലൈസേഷൻ. ഇതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഒന്ന് സ്കില്ല്. അങ്ങനെ നമ്മൾ തപ്പുമ്പോ നമുക്ക് കിട്ടുന്ന, അങ്ങനെ പിയുമ്പോ നമുക്ക് ചാടുന്ന സാധനത്തിൽ ഒന്നെന്താണ്? സ്കില്ല്. രണ്ടാമത്തെ എന്താണ്? നമ്മളെ ടൈം. 24 hours എങ്ങനെ ഉപയോഗപ്പെടുത്താം? 24 hours എങ്ങനെ ഉപയോഗപ്പെടുത്താം? ആ 24 hoursന് ഓരോ പീസ് ആക്കിയിട്ട് എന്തിനൊക്കെ കാര്യത്തിന് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ എഴുതി പഠിച്ച് സെറ്റാക്കും. എവിടെയാണ് എനിക്ക് ലീക്കേജ് ഉള്ളത്, എന്റെ ബക്കറ്റിന് എവിടെയാണ് ഓട്ട ഉള്ളത്, ആ ഓട്ട അടക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തെന്താ? എനിക്ക് സ്കില്ലുകളുണ്ട്, എനിക്ക് എന്താണ്? ടൈമുണ്ട്. പിന്നെ നമ്മളെ പണം,
നമ്മളുടേതായ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്തത് എന്താണ്? നമ്മളുടെ ചുറ്റുപാടുകളെ, എന്താ ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എന്താ യൂട്ടിലൈസ് ചെയ്യുക? എങ്ങനെയാണോ നമുക്ക് ഇത് പോസിറ്റീവായിട്ട് എടുക്കാൻ പാടുള്ളേ. അവരെല്ലാരും കൂടി നെക്കി പിഴിഞ്ഞിട്ട് ഓരെന്ത് ചെയ്ത് ഓരോ സൈഡാക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ അല്ലട്ടോ ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. മാക്സിമം നമുക്ക് ഓരെ കൊണ്ട് കിട്ടുന്ന എന്തൊക്കെ ഉപകാരങ്ങളുണ്ടോ അതെല്ലാം നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സപ്പോർട്ടുകളൊക്കെ ഓരോ വാങ്ങിയെടുക്കാൻ പറ്റും അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. പിന്നെന്താണ്? നമ്മൾ എഡ്യൂക്കേഷൻ, നമ്മൾ പഠിച്ചതിനെ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതിനെ മുഴുവൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യണം. പിന്നെന്താ? നമ്മളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ്, അതായത് പ്രോപ്പർട്ടീസ് മീൻസ് നമ്മളുടെ കുറെ സാധനങ്ങൾ ഉണ്ടാവും നമ്മുടെ അടുത്ത്. അതായത് ഇപ്പൊ ഓൾറെഡി ഉള്ള പെന്ന്, പെൻസിൽ, ഇപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോ എന്റെ കയ്യില് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അത് ഉപയോഗിക്കുന്നില്ല എത്ര ആയിട്ടും. എന്ത് ചെയ്യണം? അതിനെ പൊടി തട്ടി റെഡിയാക്കിയിട്ട് അതെന്താ സർവീസ് ചെയ്യാനുള്ളൊക്കെ സർവീസ് ചെയ്തിട്ട് അതിൽ ഉപയോഗിച്ച് പഠിക്കണം. എന്തിനാണ്? പുതിയത് പോയി വാങ്ങല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ആ പഴയതിനെ റെഡിയാക്കിയിട്ട് എന്താണോ കംപ്ലൈന്റ് അതിന്റെ സർവീസ് ഒക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ട് കുട്ടപ്പനാക്കിയിട്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇതല്ല, ടെക്നോളജിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. എന്താ ടെക്നോളജി? ഇപ്പോഴത്തെ എല്ലാ ടെക്നോളജികളും ഇന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ടെക്നോളജിയാണ്. നമ്മളത് പഠിച്ചെടുത്തിട്ട് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വിജയത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ടെക്നോളജിനെ യൂട്ടിലൈസ് ചെയ്യാം. ഇങ്ങനെ എല്ലാ സാധനത്തിനും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് യൂട്ടിലൈസ് ചെയ്തപ്പോ എനിക്ക് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റി. എന്താണ്? റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റി. ആ റിസൾട്ടുകൾ എനിക്ക് പഴയ പോലെ അല്ലെങ്കിൽ പഴയതിലേറെ സന്തോഷങ്ങളും സമാധാനങ്ങളും, എനിക്ക് ഒരുപാട് കാര്യങ്ങളെ കിട്ടി. നിങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങളുടെ ശരീരത്തിന് യൂട്ടിലൈസ് ചെയ്യും, എല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ദാറ്റ്സ് യൂട്ടിലൈസേഷൻ. നാരങ്ങ സ്ക്യൂസ് ചെയ്യുന്ന പോലെ, കരിന്റെ മെഷീനിലേക്ക് കരിമ്പിന്റെ തണ്ടിടുന്നത് പോലെ, അങ്ങനെ എത്രത്തോളം മാക്സിമം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര സമയം അതിന് വേണ്ടി ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യാം. എന്റെ ടൈമിൽ ഞാൻ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ സമയം മാറ്റി വെക്കണം. പഠിച്ചിട്ട് അതിന് ആക്ഷൻ ആക്കണം. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കാം, ആക്ഷൻ. പഠിക്കൽ എങ്ങനെയെന്നുണ്ട്, അത് എല്ലാം കൊണ്ടൊന്നും നമുക്ക് ഈ സമയം കൊണ്ട് തീരില്ല. എങ്ങനെ പഠിക്കണം എന്നുണ്ട്, ആക്റ്റീവ് ലിസണിങ്ങും പാസീവ് ലിസണിങ്ങും ഒക്കെ ഉണ്ട്. കുറെ സാധനം പഠിക്കാൻ. പക്ഷേ ഇങ്ങനെ ചെയ്താൽ യൂട്ടിലൈസേഷൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അത് കുഴപ്പമില്ലാത്ത സംഭവമാണ്, ഇത് പ്രശ്നമില്ലല്ലോ. ഇത് മനസ്സിലായാൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. എന്താണ്? റിപ്പീറ്റേഷൻ ചെയ്യണം. റിപ്പീറ്റേഷൻ. എന്താണ് രണ്ടാമത്തെ? റിപ്പീറ്റേഷൻ. അതിനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം? ആവർത്തിക്കണം. സെയിം പ്രോസസ്. എന്ത് ചെയ്തപ്പോഴാണോ, എന്റെ ജീവിതത്തിൽ ഏത് സ്കില്ല് വളർത്തിയപ്പോഴാണോ, ഏത് സ്കില്ലിനെ ഞാൻ യൂട്ടിലൈസ് ചെയ്തപ്പോഴാണോ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായത് കിട്ടിയത്, എന്തുകൊണ്ടാണ് എനിക്കതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചത്, ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചപ്പോഴാണ് അതിനെ വീണ്ടും ഉപയോഗിക്കണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതേ പ്രവൃത്തി വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് റിപ്പീറ്റേഷൻ. അടുത്തത്, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോ എന്നും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരു ഉദാഹരണം പറയണേ. രാവിലെ നമ്മള് എണീറ്റ് നടക്കുന്നുണ്ട്. എണീറ്റ് നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നല്ല എനർജി കിട്ടും. കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമ്മുടെ ഉള്ളില് ഒരുപാട് ഹോർമോണൊക്കെ ഉത്പാദിപ്പിക്കും. നമുക്ക് സന്തോഷത്തിന്റെ ഹോർമോണൊക്കെ ഉത്പാദിപ്പിക്കും, എൻഡോഫിൻ ഉത്പാദിപ്പിക്കും, പ്രകൃതി ആസ്വദിക്കുമ്പോൾ അതേപോലെ തന്നെ സെറാട്ടോണിന് ഉത്പാദിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അങ്ങനെ ഇതൊക്കെ പഠിക്കാനുള്ള സാധനമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ
നമ്മൾ രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്നു, നമ്മൾ രാവിലെ നടക്കുന്നു. ആ നടക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റുപാട് എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ ചുറ്റുപാട് ശ്രദ്ധിക്കേണ്ട കാര്യം? നമുക്ക് എവിടെന്നെങ്കിലും നെഗറ്റീവ് എനർജി കിട്ടാനാണ് ആ ഭാഗത്തേക്ക് പോകരുത്. എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കംപ്ലീറ്റ്ലി നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയിലാണ്. നമ്മൾ പെട്ടെന്ന് നമ്മളെ ബ്രെയിന് നെഗറ്റീവിനെ വലിച്ചെടുക്കും. അപ്പൊ നെഗറ്റീവിനെ വലിച്ചെടുക്കാൻ എന്താ വെച്ചാൽ ഒന്നുമില്ല ഉണ്ടാവില്ല. നമ്മളെ അയൽവാസി കാത്തുണ്ടായാൽ മതി. ഒപ്പം നടക്കാന് നമ്മൾ എന്താവും, നമുക്ക് നടക്കും. പക്ഷെ നമ്മളെ എനർജി ലെവൽ എന്ത് ചെയ്യും? കുറയും. നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആ ഒരു സാധനം തോട്ട്സ് ഒക്കെ മാറിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നാൽ മതി, ഒരു കുഴപ്പമില്ല. പട്ടിനെ പേടിച്ചാൽ കയ്യിൽ ഒരു വടിയെടുത്താൽ മതി, ഒരു പ്രശ്നമല്ല. എന്നാലും എന്ത് ചെയ്യരുത്, അങ്ങനത്തെ കമ്മ്യൂണിറ്റിയിൽ ചെന്ന് പെട്ടാൽ നശിക്കും. കാരണം ഒരിക്കത്തൊരു രസമാണ്. നമ്മളെ ജീവിതം നമുക്ക് വലുതാണ്. നമ്മൾ ആദ്യം മനസ്സിലാവും, നമ്മൾ പഠിക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ്. പഠിക്കാത്തവരോട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പഠിക്കാൻ തീരുമാനിച്ച ആൾക്കാരോട് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. പഠിക്കണോ ആക്ഷൻ ആക്കുന്നവരോട് മാത്രം സംസാരിച്ചിട്ട് കാര്യം. പഠിക്കാൻ തയ്യാറില്ലാത്തവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പൊ ഓല അങ്ങനെ പോയിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡീൻ അങ്ങനെ പോയിട്ട് അവസാനിക്കും. നമുക്ക് ഉയരങ്ങൾ കീഴടക്കാനുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കണം. അപ്പൊ നമ്മൾ ഓരോ വരിയല്ല, നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. കാഴ്ചയിലൊക്കെ ആണെങ്കിലും നമ്മളെ ചിന്താഗതി ഒരുപാട് വ്യത്യാസമുണ്ട്, അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ എന്നും നടക്കുകയാണ്. എന്നും നടക്കുമ്പോ നമുക്ക് തോന്നും, എന്താ ഇത് എന്നും നടക്കുന്നത്? നടക്കുമ്പോ റിസൾട്ട് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നും നടക്കുമ്പോൾ മടുക്കുകയാണ്. എന്താണ്? മടുപ്പ് വരികയാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് എപ്പോഴാണോ റിസൾട്ട് വരാനാവുന്നത് അപ്പൊ നമുക്ക് മടുക്കൽ തുടങ്ങും. ഏത് കാര്യത്തിലാണോ വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് വരുന്നത്, അതിലാണ് നമ്മളുടെ വിജയമുള്ളത്, അതിലാണ് നമ്മളുടെ റിസൾട്ട് ഉള്ളത്. എന്ന് ചെയ്യുമ്പോൾ എന്തിനാണോ മടുപ്പ് വരുന്നത്, അതിലാണ് നമ്മുടെ റിസൾട്ട് ഇരിക്കുന്നത്. ആ റിസൾട്ട് വരുന്നതിന് മുന്നേ നമ്മൾ മൂട് നട്ടി എണീറ്റിട്ട് പോരും, അവിടെ നമ്മൾ പരാജയപ്പെട്ടത്. അപ്പൊ നിങ്ങൾ ഇതിനെ റിപ്പീറ്റ് ചെയ്യണം. ആ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്നും ഒരേ സാധനം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മടി വരും. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യാന്ന് വെച്ചാല് അതിന് ചെറുതായിട്ടൊരു ബ്യൂട്ടിഫിക്കേഷൻ കൊടുക്കണം. വാട്ട് ഈസ് ബ്യൂട്ടിഫിക്കേഷൻ? എന്താണ് ബ്യൂട്ടിഫിക്കേഷൻ? എന്താ കൊടുക്കേണ്ടത്? ബ്യൂട്ടിഫിക്കേഷൻ. യെസ്. മൂന്നാമത്തെ എന്താണ്? ബ്യൂട്ടിഫിക്കേഷൻ. ബ്യൂട്ടി ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമുണ്ടല്ലോ. ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭംഗി കൂട്ടുക. എങ്ങനെ ഭംഗി കൂട്ടുക? അപ്പൊ നമ്മൾ സാധാരണ എങ്ങനെ നടക്കല്? എന്നും ഇങ്ങനെ നടക്കല്. അപ്പൊ നമ്മളൊരു ഡാൻസ് കളിച്ചിട്ട് നടക്കലാക്കി, കുറച്ച് സമയം ഒന്ന് നടക്കലാക്കി, കുറച്ച് സമയം ഒന്ന് റോഡലാക്കി. അപ്പൊ നമുക്കൊരു ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പൊ അന്ന് ഭയങ്കര എനർജി ആയി. അപ്പൊ അടുത്ത ദിവസം വേറെ രൂപത്തിലാക്കി, ഒരു ദിവസം പാട്ട് കേട്ടിട്ടാക്കി. അങ്ങനെ എന്ന് ഒരേ പാട്ടെല്ലാം കേൾക്കുന്ന പാട്ടൊന്ന് മാറ്റി. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫിക്കേഷൻ. സിമ്പിളി പറഞ്ഞുതരാം. ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടത്തി. ഞാൻ ഇന്നലെ ഒരു ദിവസം പറഞ്ഞ പോലെ എന്നും നമ്മൾ ഒരേ കറി ഉണ്ടാക്കുന്നു. അപ്പൊ നമുക്ക് തോന്നില്ലേ എന്നും ഒരേ കറി, നമുക്കൊരു മടുപ്പ് വരില്ലേ? അപ്പൊ ഒരു ബ്യൂട്ടിഫിക്കേഷൻ. അപ്പൊ എന്താണ്, എന്നും ചട്ടിനിയാണ് ഉണ്ടാക്കുന്നത്, ഒരേ രൂപത്തിലാണ് ചട്ടിനി ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കരുതാണ് ഇന്ന് ചട്ടിനിക്ക് എന്തേലും ഒരു മാറ്റം വരുത്തണം. അപ്പൊ നമ്മള് ഒന്ന് കളറ് മാറ്റി, അതിലൊരു കുറച്ച് മുളക് പൊടി ചേർത്തു, അപ്പൊ കളറ് മാറി. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, ചിലപ്പോ വേറെ അങ്ങനെ ബ്യൂട്ടിഫിക്കേഷൻ. നമുക്ക് പെട്ടെന്ന് ആ ഒരു വെറുപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിയൊക്കെ അത് തന്നെയാണ്. പക്ഷെ എന്താണ്, ഒരു ചെറിയ മാറ്റം. അതാണ് ബ്യൂട്ടിഫിക്കേഷൻ. അത് നമ്മൾ എന്തുകൊണ്ടാണ് വിജയിച്ച കാര്യത്തിൽ മാത്രമാണ് കേട്ടോ, പരാജയപ്പെട്ട കാര്യത്തിലല്ല. എന്തിനെ യൂട്ടിലൈസ് ചെയ്തപ്പോഴാണോ, എന്തിനെ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തപ്പോഴാണോ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചത്, ആ കാര്യത്തിന് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് ഇങ്ങനെ തോന്നുന്ന സമയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊന്ന് എന്ത് ചെയ്യണം? ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ നടത്തണം. ഞാൻ ഈ ബ്യൂട്ടിഫിക്കേഷന് ഞാൻ ഇവിടെ എഴുതാൻ പോവാണേ. ഒന്ന് ക്ഷമിക്കണേ, കാരണം ചെറിയൊരു പണി കഴിഞ്ഞിട്ട്. മൂന്നെന്താണ്? ബ്യൂട്ടിഫിക്കേഷൻ. യെസ്, ബ്യൂട്ടിഫിക്കേഷൻ. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ഭംഗി കൂട്ടണം. ഏതിനാണ് ഭംഗി കൂട്ടുന്നത്? നമ്മൾ എന്തിനാ യൂട്ടിലൈസ് ചെയ്തപ്പോ, ഏത് കഴിവിനെ, സമയത്തിനാണെങ്കിൽ സമയത്തിനെ എന്തിനെ യൂട്ടിലൈസ് ചെയ്തപ്പോഴാണോ നമുക്ക് എന്തുണ്ടായത്?
നമുക്ക് വിജയം ഉണ്ടായത്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായത്, അതിനെ നമ്മൾ വീണ്ടും 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 എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ മടുപ്പ് വരുന്നത് തോന്നുമ്പോൾ നമ്മൾ അതിന് ബ്യൂട്ടിഫിക്കേഷൻ കൊടുക്കണം. ഒരു ചെറുതായിട്ടൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഒരു സാധനമൊക്കെ വിതറിയിട്ട് അതിനൊന്ന് കുറച്ചൊരു മോഡിഫൈ ചെയ്തിട്ട് ഒരു ചെറുതായിട്ട്, ഒരു വളരെ ചെറുതായിട്ട് ഒരു ബ്യൂട്ടിഫിക്കേഷൻ കൊടുക്കണം. അങ്ങനെ വരുമ്പോ നമുക്ക് അതിങ്ങനെ പോകും. എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത പണി എടുക്കണം. എന്താണ് അടുത്ത പണി എന്ന് വെച്ചാൽ നാലാമത്തതാണ് ഒപ്റ്റിമൈസേഷൻ. എന്താണ് ഒപ്റ്റിമൈസേഷൻ? ഒപ്റ്റിമൈസേഷൻ എന്താണ്? ഒപ്റ്റിമൈസേഷൻ എന്താണ്? ഒപ്റ്റിമൈസേഷൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതിനെ ചെക്ക് ചെയ്യാം. നമ്മളിങ്ങനെ ആഴത്തിൽ വീണ്ടും കുഴിച്ചുകൊണ്ടിരിക്കണം. ഇതിലെവിടെയെങ്കിലും ഫോൾട്ട് ഉണ്ടോ, ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇതിനൊന്നും കൂടെ മോർ ബെറ്റർ ആക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി ഞാൻ എന്ത് റെഡിയാക്കിയാലാണ് ഒന്നും കൂടെ റെഡി ആവുക. ഇതാണ് ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ ഒപ്റ്റിമൈസേഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം. നമ്മൾ ഈ കിണർ കുഴിക്കണ കണ്ടില്ല നിങ്ങള്? കിണർ ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടില് കിണർ കുഴിക്കുമ്പോ 2 മീറ്റർ ആഴത്തിൽ കുഴിച്ചാൽ നമുക്ക് 2 മീറ്ററിൽ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും. ഒരു ഉദാഹരണം പറയുകയാണെ, 2 മീറ്റർ കുഴിച്ചാൽ എന്ത് കിട്ടും? വെള്ളം കിട്ടും. ആ വെള്ളം അപ്പോ ഒരു കാര്യം ചെയ്യണം. ഒരാൾ ഇറങ്ങിയിട്ട് 2 മീറ്റർ കിണറുണ്ടാക്കി. എങ്ങനെ കിണറുണ്ടാക്കിയത്? ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 2 മീറ്റർ കിണറുണ്ടാക്കി. അതിന് വെള്ളം കിട്ടുമോ? കിട്ടൂല. എന്താ കാരണം? കിണറ് താഴേക്ക് കുഴിക്കണം, ഇങ്ങനെ കുഴിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? വെള്ളം കിട്ടുള്ളൂ. അങ്ങനെ നമ്മളിൽ ആഴത്തിലേക്ക് കുഴിക്കണം. എന്താ കുഴിക്കണത്? ഇനി യൂട്ടിലൈസ് ചെയ്യാൻ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അതിന് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടേക്കണം. ഇനി യൂട്ടിലൈസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇനി യൂട്ടിലൈസ് ചെയ്യാൻ എന്തുണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വീണ്ടും എന്തെങ്കിലും സാധനം കിട്ടും. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? നമുക്ക് ഒരു സാധനം കിട്ടി. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? യൂട്ടിലൈസേഷൻ ചെയ്യണം. അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതിനെ വീണ്ടും ബ്യൂട്ടിഫിക്കേഷൻ നടത്തണം. വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യണം. അങ്ങനെ വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ അടുത്ത സാധനം കിട്ടും. ആ സാധനത്തിന് വീണ്ടും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യണം. വീണ്ടും ബ്യൂട്ടിഫിക്കേഷൻ നടത്തണം. ഈ സർക്കിൾ ഇങ്ങനെ കറങ്ങി പോകുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ എന്നും ഉയരത്തിൽ നമുക്ക് നിലനിൽക്കും. അത്രേ ഉള്ളൂ. അത് നിലനിൽക്കും. ഞാനൊരു അപകടം പറ്റിയ എന്നെ ഒപ്റ്റിമൈസ് ചെയ്യും. എന്താ ഒപ്റ്റിമൈസ് ചെയ്യാം? ഞാൻ അങ്ങനെ കുഴിച്ചു നോക്കും. എവിടെയാണ് സംഭവിച്ചത്? വൈ എന്തുകൊണ്ട്? ഞാൻ ഇങ്ങനെ കുഴിക്കും താഴേക്ക്. അപ്പൊ എനിക്ക് മനസ്സിലാവും, ആഹാ ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പൊ ഞാന് ഇനി എങ്ങനെ ഇതിനെ മറികടക്കും? വീണ്ടും ഞാൻ താഴേക്ക് കുഴിക്കും. അപ്പോ പണ്ട് എന്നോ എന്റെ കയ്യിൽ ഇതുപോലുള്ള ഒരു അപകടം ഉണ്ടായ സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ വഴിയാണ്. ഇന്ന കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്തപ്പോഴാണ് എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വീണ്ടും പുറത്തേക്കെടുക്കും. അതിനെ നന്നായിട്ട് ഉഷാറാക്കി പോളിഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കും. അങ്ങനെ റിട്ടേൺ ചെയ്ത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്താൻ പറ്റിയത്. ഞാൻ ഇപ്പോഴും സക്സസിന്റെ പാതയിൽ മാത്രമാണ്. ഞാൻ മുഴുവനായിട്ട് സക്സസ് ആയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ സക്സസിന്റെ പാതയിലാണ്. എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല. കാരണം ആദ്യം ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, ഞാൻ മാറ്റി അടുത്ത ലക്ഷ്യത്തിലേക്ക് പോയും ചെയ്തു. ഇനി ഞാൻ വീണ്ടും എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് എത്തണം. അത് എത്തണമെങ്കിൽ ഞാൻ നിരന്തരമായിട്ട് പണിയെടുക്കണം. എന്നെ മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്യണം. അതിനെ റിപ്പീറ്റ് ചെയ്യണം. അതിനെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തണം. അതിനെ ഞാൻ ഒപ്റ്റിമൈസ് ചെയ്യണം. വീണ്ടും അത് ചെയ്യണം. ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? എന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ വിജയം ഉണ്ടാക്കുമ്പോൾ കൂടെ നിങ്ങളും കൂടെ വിജയിച്ചോട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ വെക്കാനുള്ള കാരണം. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. എന്താണോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഇതിനുള്ള വഴി
ഈ 4 മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഹൈ വാല്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോ നമ്മളെ വെബിനാറിന്റെ ടൈം അവസാനിക്കുകയാണ്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. നമ്മള് ഒരു പുതിയ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ കുട്ടികൾക്ക് തന്നെ വൺ ഡേ വർക്ക്ഷോപ്പുകൾ വരാൻ പോവാണ്. ഫിസിക്കലിയുള്ള അങ്ങനെ കുറെ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ ക്ലാസ്സുകൾ വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചോദിക്കാം. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് പറയാം. ഇല്ല, ക്ലിയർ ആണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. CC എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മള് സമയമായിട്ടുണ്ട്. പല ആളുകൾക്കും പല തിരക്കുണ്ടാവും. നമ്മള് ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ലവ് യു ഓൾ. താങ്ക് യു. ഗുഡ് നൈറ്റ്.